നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ച കാര്യം എന്താണെന്നറിയാമോ? പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, പല സമയത്തും നമ്മൾ ഇഷ്ടപ്പെടുന്ന ലെവലിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾക്ക് സാമ്പത്തിക പ്രാരാബ്ധം വരാം, ബിസിനസ് ലോസ് വരാം, ജോലിയിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടി വരാം. ഈ കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും നമുക്ക് വരാം. ദുഃഖമുള്ള കാര്യങ്ങൾ മാത്രമാവാം. ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ ചിലപ്പോൾ ഡിപ്രഷനിൽ പോകാം. ഈ ഒരു ഡിപ്രഷനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ വിചാരിക്കുന്ന കാര്യം. അപ്പൊ നമ്മളിങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാമോ? നമ്മൾക്ക് എപ്പോഴും ഒരു ഡിപ്രഷന്റെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു മുറിയുടെ അകത്ത് അടച്ചിരിക്കാനായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം. കാര്യം ആരുമായിട്ടും കാണാൻ ഇഷ്ടമുണ്ടാവില്ല, ആരുടെ അടുത്തും പോകാൻ ഇഷ്ടമുണ്ടാവില്ല, ആരോട് സംസാരിക്കാൻ തോന്നൂല, ഭക്ഷണം കഴിക്കാൻ തോന്നൂല, എല്ലാത്തിനോടും നമുക്ക് ഇഷ്ടക്കേടായിരിക്കും തന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു കാര്യം തീരുമാനിക്കണം. നമ്മൾ അകത്തിരിക്കരുത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. കൂടുതൽ ആൾക്കാരോട് കോൺഷ്യസ് ആയിട്ട് തന്നെ ഇടപഴകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ ആ ഒരു ഡിസിഷൻ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്നറിയാമോ? നമുക്ക് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാനുള്ള ടെൻഡൻസി വരും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് എന്താണോ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ആ സ്ഥലത്തായിരിക്കാനും എപ്പോഴും ശ്രമിക്കണ ലെവലിൽ പോവുക. കൂടുതലും ഒരു റൂമിൻ്റെ അകത്തിരിക്കരുത്. എപ്പോഴും ആൾക്കാരുള്ളിടത്തേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഇങ്ങനെയുള്ളൊരു സ്റ്റേജസിൽ കൂടെ പോകണമെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അവരോട് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ തുറന്നങ്ങ് പറയുക. കാരണം നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളോടൊരു സ്നേഹമൊക്കെ ഉള്ള ആൾക്കാരോട് പറയണം. അല്ലാതെ വഴി കാണാൻ എല്ലാവരോടും പോയി പറയരുത്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ, നമ്മളെ സ്നേഹിക്കണേ, നമ്മളോട് കുറച്ച് കരുണ കാണിക്കുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കുക. ഒപ്പം അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നവരോട് ഇരിക്കുക. അല്ലാതെ നമ്മളെ ഇടിച്ച് താഴ്ത്തണ, നീ ചെയ്തത് മുഴുവൻ തെറ്റായി പോയടാ, നീ കാരണം ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെയുള്ളവരടുത്ത് പോയി ഇരിക്കരുത്. ക്വാളിറ്റി ടൈം ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ, നല്ല മനുഷ്യരുടെ കൂടെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മൾക്കത് പെട്ടെന്ന് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ കൂടി പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഡിപ്രഷനെ ഓവർകം ചെയ്യാൻ പറ്റും. ഉറക്കമില്ലാത്തൊരവസ്ഥ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓൾമോസ്റ്റ് നല്ല മ്യൂസിക്കുകൾ കേൾക്കണം. ആ ഒരു നല്ല മ്യൂസിക് ഒക്കെ കേൾക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ശാന്തമാവും. നമ്മൾക്ക് ആ ഒരു ശാന്തത നമ്മളെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാതെ നല്ല പാട്ടൊക്കെ കേട്ട് നന്നായിട്ട് പോയി ഒന്ന് കുളിച്ച് നമ്മൾ പോയി നന്നായിട്ട് ഒരു 7-8 മണിക്കൂർ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കിടന്നുറങ്ങുക. ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഫ്രഷ് ആയിട്ട് ഉള്ളൊരു ഫീലിംഗ് കിട്ടും. നല്ല ഉറക്കം നമ്മളെ ഒത്തിരി സഹായിക്കും. എഗെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ? നല്ല കോമഡി ഷോസ് ഉണ്ടാവും, നല്ല TV പരിപാടികൾ ഉണ്ടാവും, നല്ല മൂവീസ് ഉണ്ടാവും. അതൊക്കെ എങ്ങനെയുള്ള മൂവീസ് ആയിരിക്കണം? നമ്മൾക്ക് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ചിരിപ്പിക്കുന്ന തലത്തിലുള്ള ആ പ്രോഗ്രാംസ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എടുക്കുക. കാര്യം എത്ര വേഗം എടുക്കണോ അത്രയും പെട്ടെന്ന് നമുക്ക് ഹീലാവാൻ പറ്റും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരാഴ്ചയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾക്ക് വേണ്ടി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ കൊണ്ടുപോകാം. അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്സ് വരെ. ആ 2 വീക്സിലും നമ്മൾക്ക് ആ സിറ്റുവേഷനെ മറികടക്കാൻ പറ്റണില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് അപ്പം തന്നെ ഒരു അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുക. അവരുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോവുക, അവരോട് ഓപ്പൺ അപ്പ് ചെയ്യുക. ഉറപ്പായിട്ടും ഈ സാഹചര്യത്തിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാര്യം എന്താ? നമുക്ക് എല്ലാവർക്കും ദൈവം അതിനുള്ള പൊട്ടൻഷ്യാലിറ്റി തന്നിട്ടുണ്ട്. ഓരോ ചലഞ്ചസും നമ്മളങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ചലഞ്ച് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കണം ആ ഡ്രീം ഗോളില്ലേ, അവിടെ നമുക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, വിശ്വസിക്കുക, നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, സന്തോഷത്തോടെ നടക്കുക. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളിയാണ്. അത് നമ്മളുടെ മനസ്സിലുണ്ടാക്കണ തെറ്റായ ചിന്തകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ സ്ട്രഗ്ലിംഗ് ജീവിതത്തെ മാനിഫെസ്റ്റ് ചെയ്ത് വാങ്ങണത്. അപ്പൊ അതും മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും എല്ലാവർക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് അവർ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.